ഒരാളാരാന്ന് മനസ്സിലായല്ലോ. പവറുള്ള ആൾക്കാരാണല്ലോ പവർ അംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരാള് വ്യക്തമായി അയാളാണ് ആരാണെന്നും അത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും ഈ സംഘടന ഉണ്ടാക്കിയത് ഞാനാണെന്നും എന്റെ കാശ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന എന്താണ് നെറ്റിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമ പുള്ളിയുടെ ഒരു കത്ത് സംഘടനയ്ക്ക് കൊടുത്ത് ഞാൻ ഇതിനെല്ലാത്തിനും പിരിച്ചുവിടും, മറ്റേ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഈ കാശെല്ലാം എടുത്ത് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററും നെറ്റിക്കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു പവർ കമ്മിറ്റി ഈ അംഗത്തില് ഒരാളെ വ്യക്തമായില്ലേ 15-1, പിന്നെ ബാക്കി 14 പേരല്ലേ ഉള്ളൂ. ബാക്കി വെറും 14 പേരല്ലേ ഉള്ളൂ. ആ 14 പേരിലേക്കുള്ള വിരൽ ചൂണ്ടല് അതിനകത്ത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികൾ മുടക്കി വർഷങ്ങളെടുത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും അവസാനം പുറത്തു വന്നത് വീണുടഞ്ഞ വിഗ്രഹങ്ങളെ ചീകി രാഗി മിനുക്കിയ ഒരു വേർഷൻ മാത്രമാണ്. പേരും ഊരും ഒന്നുമില്ലാതെയുള്ള പവർ ടീമിനെ കുറിച്ചുള്ള പരാമർശം ആരെ വിഡ്ഢിയാക്കാനുള്ളതാണ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇതിൽ പറയുന്ന പവർ ഉള്ള പവർ ടീമിൽ പെടുന്ന പ്രമുഖർ ആരൊക്കെയാണ് എന്ന് ആ റിപ്പോർട്ട് ഒന്ന് ഇരുത്തി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇരകളെക്കാൾ അധികം വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ സർക്കാർ എടുത്തത് എന്ന് നിസ്സംശയം പറയാനാകും. ചൂഷണത്തിന് ഇരയായവർക്കില്ലാത്ത സ്വകാര്യതയും മാനവും മാനനഷ്ടവുമൊക്കെ വേട്ടക്കാരനുണ്ട് എന്ന കരുതൽ കരങ്ങളോടെയായിരുന്നു ഈ റിപ്പോർട്ടിനെ സർക്കാർ ഏറ്റുവാങ്ങിയത്. സിനിമയുടെ ഭംഗിയുള്ള പുറമൂടിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണീരിന്റെയും കാമവെറിയുടെയും എല്ലാം കൂത്തരങ്ങായി മാറിയ മലയാള സിനിമയെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞ തിലകൻ എന്ന മഹാനടന് ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ താരസംഘടനയും പവർ കൂടിയ പവർ ടീമുമൊക്കെ ഇപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയിലാണ്. തിലകൻ എന്ന ഇതിഹാസം ഇന്ന് പലരുടെയും ഇടനെഞ്ചിലിരുന്നു കൊണ്ട് ചിരിയമ്പുകൾ കൊണ്ട് വരഞ്ഞ് കീറുന്നുണ്ടായിരിക്കും. സത്യം പറഞ്ഞതിന് കള്ളൻ എന്ന് വിളികേട്ട അദ്ദേഹം ഇന്ന് മൗനം കൊണ്ട് സത്യത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് നടന്നു കയറി. ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ തൊഴിലെടുത്ത് പോലും വിലക്കപ്പെട്ട ആ മനുഷ്യൻ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ജീവനാഡിയായി മാറ്റപ്പെട്ടത് കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാതെ മറ്റെന്തു പറയാനാകും? അപ്പോഴും സ്ത്രീയുടെ മാനത്തിന്റെ മുകളിൽ അമർന്നിരുന്ന താരരാജാക്കന്മാർ ആരെല്ലാം എന്ന് പറയാനുള്ള ധൈര്യം അഥവാ ആ ധാർമ്മികത കാണിക്കേണ്ട പലരും കാണിക്കുന്നത് കുറ്റകരമായ മൗനമാണ്. ആ മൗനം പോലും ശിക്ഷാർഹമാണ്. ഒറ്റപ്പെടുത്തലുകളുടെ തുരുത്തിൽപ്പെട്ട അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത് അവസാനിച്ചു പോകേണ്ടിയിരുന്ന ഒരു മനുഷ്യജന്മം അന്ന് വാടാതെ തളരാതെ നിവർന്നു നിന്നതിന്റെ ഫലമാണ് ഈ റിപ്പോർട്ടിന്റെ മർമ്മഭാഗത്ത് തന്നെ കസേര വലിച്ചിട്ട് കാലിന്മേൽ കാൽ കയറ്റി ഇപ്പോൾ തിലകൻ എന്ന ആ ഇതിഹാസം ഇന്നിരിക്കുന്നത്. അച്ഛന്റെ വീറും വീര്യവും വാശിയുമുള്ള ആ അച്ഛന്റെ മകൻ പറഞ്ഞതുപോലെ ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത ആ കള്ളൻ ഇന്ന് ഉറക്കെ ഉറക്കെ ചിരിക്കുന്നുണ്ടാകും. എന്തായാലും തിലകന്റെ വാക്കുകൾ സത്യമായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോഴും ഈ തെളിവുകൾക്ക് ഇനി സ്ഥാനം ചവറ്റുകുട്ടയാണ് എന്ന സത്യം ആശങ്ക ജനിപ്പിക്കുന്നു. കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതിൽ നടപടിയെടുക്കാതെ കോൺക്ലേവ് മഹാമഹം നടത്താൻ പോകുന്ന സർക്കാർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാക്കുന്നത് ആരെയാണ്? പരാതി രേഖാമൂലം കൊടുത്താൽ അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറയുമ്പോൾ കമ്മിറ്റി മുമ്പാകെ ഇരകൾ കൊടുത്ത പരാതികൾക്ക് പിന്നെ എന്ത് വിലയാണുള്ളത്? പൊതുഖജനാവിൽ നിന്നും കോടികളെടുത്ത് വർഷങ്ങളോളം സാക്ഷാൽ മുഖ്യനെ തന്നെ അടയിരുത്തി വിരയിച്ച ഈ റിപ്പോർട്ട് ഇനി അങ്ങോട്ട് സംസ്ഥാന സർക്കാരിന്റെ ഫ്രീസറിലിരിക്കും. പിന്നെ വേണമെങ്കിൽ കോൺക്ലേവ് നടത്തും. ബാലൻ കെ നായരും TG രവിയും KT ഉമറും ജോസ് പ്രകാശും കൂടി നടത്തുന്ന ആ കോൺക്ലേവിൽ ബലാത്സംഗത്തിനും പീഡനത്തിനും വിധേയരാകുന്ന എല്ലാ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിക്കും. പിന്നെ സർക്കാർ നടത്തുന്ന ഈ കോൺക്ലേവിനെ പോൺ ഷേവ് എന്ന് പരിഹസിക്കുന്നവരോടായി ഒന്നേ പറയാനുള്ളൂ: വിരട്ടലും വിലപേശലുമൊന്നും ഇങ്ങോട്ട് വേണ്ട. എറിഞ്ഞു കൊടുത്തത് 50 ലക്ഷമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ വേട്ടക്കാർക്കൊപ്പം തന്നെയാണ്. ഇത് പിണറായി ഭരണമാണടാ. ഇപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന റിപ്പോർട്ടിലടക്കം പലതിലും സംശയങ്ങൾ ഓരോന്നും ഹൈഡ് ചെയ്ത് വെച്ചോണ്ട് ഇരകളുടെയും പ്രതികളുടെയും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ പലരിലേക്കും സംശയത്തിന്റെ ഒരു നിഴല് നീളുകയാണല്ലോ ചെയ്യുന്നത്. മീൻസ് നല്ലത് ചീത്തത് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും നല്ലവരിലേക്കും ആരാണെന്നുള്ള പല രീതിയിൽ ഇങ്ങനെ ഊഹാപോഹങ്ങൾ വരുമ്പോൾ അത് എല്ലാത്തിനെയും മൊത്തത്തിൽ അടച്ചൊരു ഇതായിട്ടല്ലേ വരുന്നത്. ഐശ്വര്യ, അതൊരു ഊഹാപോഹം മാത്രമല്ലല്ലോ. അതിനകത്ത് ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല.
കാര്യം അത് വായിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അത് തന്നെയാണ് പ്രധാന കാരണം. പക്ഷെ പല നിങ്ങൾ ന്യൂസ് ചാനലുകാർ പലരും അതിനെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്യുന്നതെന്നും ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലായ കുറെ പോയിന്റ്സ് ഉണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നയാളാണ് എന്നുള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടാകുന്ന പോയിന്റ്സുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു അല്പം നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ഇച്ചിരി ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പേര് വരെ മനസ്സിലാവും ആരാണെന്നുള്ളത്. ഉദാഹരണം ഞാൻ ഒരെണ്ണം പറയാം. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു അതാണല്ലോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അതിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും അതാരാണെന്നുള്ളത്. അതിനകത്ത് ഞാൻ പേര് പറയേണ്ട കാര്യമില്ല. അത് പിന്നെ ഇന്നത് എന്താണ് ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് അത് വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നാലും അത് ഞാൻ പറഞ്ഞു തന്നെയാണ് അത് അവർ ഇന്ത്യൻ എക്സ്പ്രസ് നോട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ കൂടിയും അത് ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകം വെച്ചിട്ട് നിങ്ങൾക്കത് എങ്ങനെ അത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള വിധം ഞാൻ വേണം പറഞ്ഞുതരാം. അത് പ്രയോഗം ഞാൻ പറയുന്നുള്ളൂ. അതിനകത്ത് ഒരു വിഷയത്തില് ഒരു നടൻ, ഒരു മഹാനായ നടൻ, അല്ലാതെ പറഞ്ഞിരിക്കുന്ന വാക്ക് അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ മുതിർന്ന നടൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന് വിലക്കുണ്ടായി. അദ്ദേഹം സിനിമയിൽ വിലക്കുണ്ടായപ്പോ സീരിയലിൽ പോയപ്പോ അവിടുന്ന് ആത്മയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിനെ അവിടുന്ന് ഓടിച്ചു എന്നൊരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ. അതിപ്പോ നമ്മള് ഇന്റലിജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചെറിയ അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാം അതാരാണെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ആ പേര് മനസ്സിലായത് നിങ്ങൾക്ക്? ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളാണെന്ന് കാര്യം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? കാരണം ആത്മയുടെ പ്രസിഡന്റ് ആജീവനാന്ത പ്രസിഡന്റ് അങ്ങേരാണ് നിയമപ്രകാരം. അത് മാത്രമല്ല അമ്മയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇന്നസെന്റ് ഇരിപ്പുണ്ട്. ഇപ്പൊ മോഹൻലാലാണ്, ഇന്നസെന്റ് ഇരുന്നിട്ടുണ്ട്, അതിനു മുമ്പ് എം ജി സോമൻ ഇരുന്നിട്ടുണ്ട്, മധുസാർ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരിൽ ആരാണെന്നുള്ള കൺഫ്യൂഷൻ വരും. ഇത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്താണ് ആത്മയുടെ ആയുഷ്കാല പ്രസിഡന്റ് ഈ ദേഹമാണ്. ഞാൻ പേര് പറയേണ്ട കാര്യമുണ്ടോ? വ്യക്തമാക്കാനായിട്ട് തെളിവുകൾ വേറെ വേണോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾക്ക് തെളിവുകൾ വേണ്ട. പക്ഷെ എങ്കിൽ പോലും മറ്റ് പല ആരോപണങ്ങൾ എന്നല്ല, മറ്റ് പല വെളിപ്പെടുത്തലുകളിലും ചിലർക്ക് ഇന്ന ആളാണെന്ന് മനസ്സിലാകുമ്പോൾ പോലും ഇവരെയൊക്കെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്തിനാണ് നമ്മൾക്ക്? അതിലേക്ക് വരാം. ഇപ്പൊ നമ്മളിപ്പോ പവർ കമ്മിറ്റിയിൽ 15 പേര് പവർ അംഗങ്ങളെന്ന് പറഞ്ഞതിനകത്ത് ഒരാളെയാണ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. ബാക്കി 14 പേരുണ്ട്. അതിലെ എന്തെങ്കിലും സാധ്യതകൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം. ഞാൻ ഓരോന്നിലേക്ക് വരാം. നമ്മൾ എല്ലാത്തിലും കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത ഒന്നുമില്ലാതായി പോകും. ഇല്ലേ? 14 പേരുടെ കാര്യം പറയുന്നില്ലേ? 15 പേര് അല്ലേ? 15 പേര് ഒരാളിപ്പോ റിവീലായല്ലോ. ഒരാളാരാന്ന് മനസ്സിലായല്ലോ. പവറുള്ള ആൾക്കാരാണല്ലോ പവർ അംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരാള് വ്യക്തമായി ആരാണെന്നും അത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും ഈ സംഘടന ഉണ്ടാക്കിയത് ഞാനാണെന്നും എന്റെ കാശ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന എന്താണ് നെറ്റിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമ പുള്ളിയുടെ ഒരു കത്ത് സംഘടനയ്ക്ക് കൊടുത്ത് ഞാൻ ഇതിനെല്ലാത്തിനും പിരിച്ചുവിടും, മറ്റേ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഈ കാശെല്ലാം എടുത്ത് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററും നെറ്റിക്കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു പവർ കമ്മിറ്റി ഈ അംഗത്തില് ഒരാളെ വ്യക്തമായില്ലേ? 15-1. പിന്നെ ബാക്കി 14 പേരല്ലേ ഉള്ളൂ. ബാക്കി വെറും 14 പേരല്ലേ ഉള്ളൂ. ആ 14 പേരിലേക്കുള്ള വിരൽ ചൂണ്ടല് അതിനകത്ത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നാണ് എന്റെ ചോദ്യം. അതിന്റെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇതിൽ കുറച്ച് ആളുകള് ഈ പറയുന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. വിനയൻ സമർപ്പിച്ച കേസില് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ കോടതി, അത് കോടതിയാണ്, അത് അതിന്റെ വിധിയില് കുറച്ച് പേർക്ക് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ, എത്ര പേരാണെന്നുള്ളത് ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആ വിധിന്യായത്തിൽ നോക്കിയാൽ അത് മനസ്സിലാകും ആരൊക്കെയാണ്. അവരുടെ പേരും ആളും ജാതകവും എല്ലാം മുഴുവൻ അതിനകത്ത് പറയുന്നുണ്ട്. അവരുടെ അക്കൗണ്ട് നമ്പർ വരെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ആളാരാന്നുള്ളത് ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെന്റ് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത സ്ഥിതിക്ക്, ഹേമ കമ്മീഷൻ അത് റെഫറൻസ് ആയിട്ട് എടുത്ത സ്ഥിതിക്ക് അത് ജെനുവിനായേ.
ആ പിഴ ശിക്ഷ കൊടുത്തത് ആരാണ് എന്ന ആ കോമ്പറ്റീഷൻ കമ്മീഷൻ വിധിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേരുണ്ട്, അത് 5 പേരാണോ 10 പേരാണോ അല്ലെങ്കിൽ 15 പേരാണോ 14 പേരാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. പിന്നെ എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. അതെനിക്ക് പുതിയൊരു ബാക്കിയുള്ളവരെ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. ഇത്രയും ഒരാളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ കണ്ടുപിടിക്കുന്ന കാര്യം അത് വ്യക്തമായിപ്പോ. അതെ ഉറപ്പായിട്ടും. നമ്മളിപ്പോ ഒരു കോടതി പോയി ആർഗ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആർഗ്യൂ ചെയ്യുന്നത്, ഇദ്ദേഹമാണ് ഇതിനകത്ത് ഒരു കക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് കോടതി പറയാൻ എന്ത് നടവാണ് നിങ്ങളുള്ളത്, ആത്മയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ ആത്മയുടെ പ്രസിഡന്റ് ആരെങ്കിലും ആയിക്കോട്ടെ, ഇല്ല അവരുടെ ആയുഷ്കാല പ്രസിഡന്റ് അങ്ങേരാണെന്നുള്ളത് അതിന്റെ മേലെ പറയുന്നുണ്ട്. പിന്നെ അപ്പീലില്ല അതിന്റെ മേലെ. അതെ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ പറ്റില്ല. അമ്മയുടെ പ്രസിഡന്റ് പലരും മാറി വരും. ഇതങ്ങനെയല്ല, ആത്മയുടെ പ്രസിഡന്റാണ്. അത് സംബന്ധിച്ച് മറ്റൊരു പടം എന്ന് പറഞ്ഞൊരു സീരിയലിൽ നിന്ന് തിലകനെ പുറത്താക്കിയതുമായിട്ടുള്ള വേറെ മൊഴി വേറെ അവിടെ കിടപ്പുണ്ട് നെറ്റില്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് അത് സത്യമാകുന്നത്, ഇല്ലേ? അതെ. വിനയൻ സാറ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം പച്ചയ്ക്ക് തന്നെയാണ് ഈ ആളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. വിനയൻ സാറിന്റെ ഇന്നലത്തെ ഇന്റർവ്യൂ ശ്രദ്ധിക്ക്. ഈ ബ്രാല്, നമ്മളിങ്ങനെ ബ്രാല് എന്ന് പറയുന്ന മത്സ്യത്തിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വഴുതി പോകും. അതുപോലെ വഴുതി പോകലാണ് പുള്ളി നടത്തിയിരിക്കുക. പുള്ളി പറഞ്ഞത് പുള്ളി എടുത്ത് ഇത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പല സമയം എടുത്ത് അത് ചോദ്യം ചോദിച്ചത്, ആരാണ് ആ 15 അംഗ കമ്മിറ്റി എന്ന് ചോദിച്ച പുള്ളിയോട്. അത് ഒരു ബബ്ബ അടിച്ചിട്ട് നേരെ പറഞ്ഞിരിക്കും. അതൊക്കെ ഇന്റർവ്യൂ കണ്ടു നോക്കി. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. അതിലിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ തിലകൻ സാറിനെ ഇങ്ങനെ ആത്മയുടെ പ്രസിഡന്റ് ഇതാക്കിയത് അത് സംസ്ഥാന മന്ത്രിസഭയിലുള്ള ഒരാള്, ഇപ്പോഴത്തെ ഒരു മന്ത്രി എന്ന് പറയുന്നുണ്ട്. അത് അത് പച്ചയ്ക്ക് പുള്ളിക്ക് പറയാൻ കാര്യം പുള്ളിയുടെ തെളിവിരിക്കുകയല്ലേ. ആ ജഡ്ജ്മെന്റ് പുള്ളി ഉണ്ടാക്കിയതാണത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ രഹസ്യമാക്കേണ്ട വിഷയമല്ല ഒരു ജഡ്ജ്മെന്റ്. അത് സുപ്രീം കോടതി അംഗീകരിച്ച് അവർ പിഴയടച്ച കേസാണ്. ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ്. മനസ്സിലായോ? ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് എവിടെ കിടക്കുന്നു? വൺ സൈഡ് ഹേഡ്, ഒരു സൈഡ് മാത്രം കേട്ട ഒരു റിപ്പോർട്ട് എവിടെ കിടക്കുന്നു? അപ്പോൾ ഈ റിപ്പോർട്ടിലുള്ള കാര്യമാണോ ജെനുവിൻ? ഒരു ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റിലുള്ള കാര്യമാണോ ജെനുവിൻ? ജഡ്ജ്മെന്റിലുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിൽ എന്താണ്, വീട്ടിൽ വെച്ചിട്ട് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറയുന്ന പോലെ വളരെ ഒന്നാന്തരമായിട്ട് ഈ ജഡ്ജ്മെന്റ് നെറ്റിൽ കിടപ്പുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അത് വെളിയിൽ വിടാനായിട്ട് ഏറ്റവും ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് വിനയൻ. ആ വിനയനാണ് ഇന്നലെ ഒഴിഞ്ഞു പോയത്. അത് നിങ്ങളെ വിനയന്റെ കയ്യിൽ നിന്ന് വിനയൻ ജഡ്ജ്മെന്റ് തരേണ്ട കാര്യമില്ല. വിനയന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന നെറ്റിലുണ്ട്. പക്ഷെ വിനയന്റെ കയ്യിൽ ഇവരെല്ലാം കൊടുത്ത മൊഴി അവിടെ ഉണ്ട്, ഒപ്പിട്ട മൊഴി. മൊഴി വായിച്ച് കേട്ടു ശരി എന്ന് ഒപ്പിട്ട മൊഴിയുണ്ട്. ആ മൊഴി എടുത്തിട്ട് ചോദിക്കണം. അത് വിനയം വിളിയൊക്കെ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പോലെ വിവരാവകാശ അപേക്ഷ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വിനയന്റെ കയ്യിലതുണ്ട്. അതെന്തിനാണ് വിനയൻ ഇപ്പൊ അത് മുക്കുന്നത്, ഒളിച്ചു വെക്കുന്നത്? ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് പുറത്ത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കമ്മിറ്റി അഥവാ കമ്മീഷൻ മാത്രമാണ്, അല്ലാതെ വേറൊരു ലെവൽ ഓഫ് അവർക്കൊരു റൈറ്റ് അതിനില്ല. സോ ഈ ഒരു സാധനം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് മാനനഷ്ടത്തിനുള്ള കേസ് കൊടുക്കാനുള്ള ഡിഫമേഷൻ കേസ് സുപ്രീം കോടതി അംഗീകരിച്ച വിധിയാണ്, ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ്. സുപ്രീം കോടതി അവരെ കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തി സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ അതിന്റെ മേലെ ഇനി അപ്പീലില്ല. അതെങ്ങനെ ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആകും? ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് മാത്രമല്ല, റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആണ്. ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആകുന്നത് എപ്പോഴാണ്? പിഴയടച്ച് കേസ് തീർത്തു. ആ പിഴയടച്ച് കേസ് കഴിഞ്ഞാൽ പിന്നെന്താ? അതിന്റെ അർത്ഥം എന്താ? അവർ കുറ്റം ചെയ്തു എന്ന് അവർ സമ്മതിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ എങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുന്നത്? ക്രൈമിന്റെ ആൾക്കാരല്ലേ സംഭവം. അങ്ങനെ ചോദിച്ചു നോക്കും. ഇതെങ്ങനെ ഇതിനേക്കാൾ അപ്പുറം കേസ് ചെയ്യാനുള്ള ആളല്ലേ നിങ്ങൾ ക്രൈം? അതെ, ഞാൻ പുതിയൊരാളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് നമുക്ക് എന്താണ് അവിടെ കൊണ്ട് ബാനർ അടിച്ച് ഒട്ടിച്ചു വെക്കാവുന്ന തരത്തിലുള്ള ലീഗൽ സപ്പോർട്ടുള്ളതാണ്. ആർക്കും, ഇന്ത്യൻ പൗരന് ആർക്കും വേണമെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് പോസ്റ്ററായിട്ട് അടിച്ചിറക്കി വെക്കാം. വലിയ മറ്റേ ഓഡിങ് ആക്കി ഈ കത്ത്, ഈ ഇവരുടെ മൊഴിയൊക്കെ. ഒരു കുഴപ്പമില്ല. ഒരു പോലീസും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. വിനയനാണ് ഇതിന് ആൻസർ തരാനുള്ള ഏറ്റവും നല്ല വ്യക്തി.
വിനയം പറഞ്ഞാൽ അതൊരു കുഴപ്പമില്ല. അവര് എന്തുകൊണ്ടാണ് മറ്റേ അജുവലക്ഷനെ എന്താണ് അവന്റെ പേര്, ചെകുത്താൻ, അവനെ എല്ലാവരും കൂടി പിടിക്കാതിരിക്കുന്നത്? അത് നിങ്ങളെ പോലുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുപ്രീം കോടതി സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഡിഫർമേഷൻ ഉള്ളത്. അത് മാത്രമല്ല, സുപ്രീം കോടതി അംഗീകരിച്ചൊരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും അത് റിപ്പോർട്ടബിൾ ആണ്, എവിടെയും അത് പരിഗണിക്കാവുന്ന ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവിടെ കൊടുത്തിരിക്കുന്ന മൊഴികളാണ്. ആ മൊഴികളെന്ന് പറയുന്നത് നമുക്ക് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് വിനയം തരണമെന്നില്ല, പക്ഷെ അത് കിട്ടുന്ന മണിക്കൂർ സമയം എടുക്കും. ഇപ്പൊ വിനയനാണെങ്കിൽ അത് തരാം, വിനയന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അത്ര ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊരു കേസ് അങ്ങനെയാണല്ലോ. കേസ് ഒരു FIR ഇടുന്നു, FIR ഇട്ടിട്ട് കഴിഞ്ഞ് മൊഴി കൊടുക്കുന്നു. ആ മൊഴിയുടെ പേരിൽ അവിടെ കോടതിയിൽ ഇത് ചെയ്യുന്നു. നമ്മൾ അവിടെ നിന്ന് വാദിയും പ്രതിയും അവിടെ നിന്നിട്ട് കൂട്ടിക്കയറി നിന്നിട്ട് അവരോട് ജഡ്ജിയോട് നമ്മൾ മൊഴി പറയുന്നു, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ആ മൊഴിയെല്ലാം ജഡ്ജി എടുക്കും. അത് എന്നിട്ട് അവസാനം വായിച്ചു നോക്കി ശരി എന്നും പറഞ്ഞ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. ഇല്ലേ? അങ്ങനെയാണ് കോടതിയിൽ കേസ്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ കേസ് തീരുമാനമാകുന്ന നിമിഷം വരെയുള്ളൂ. ഇതിനൊരു രഹസ്യാത്മകതയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ സാധനം വെളിയിൽ വരണം. ജഡ്ജ്മെന്റ് ഒരു ഫൈനാലിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് എല്ലാം പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് പിന്നെ ഒരു ഇതില്ല, രഹസ്യാത്മകത ഇല്ല. കേസ് ട്രയൽ നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇത് ട്രയൽ നടന്ന് അവർ കുറ്റക്കാരാണെന്ന് വിധിച്ചു, കുറ്റക്കാരായിട്ട് അവർ കുറ്റം സമ്മതിച്ചുകൊണ്ട് അവർ പിഴയും അടച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണത് മാനനഷ്ടമാകുന്നത്? അപ്പൊ മാനമുണ്ടോ ഇല്ലയോ എന്ന് അവർ ആദ്യം തെളിയിക്കണ്ടേ? അതെ, ഉറപ്പായിട്ടും. കുറ്റം ചെയ്തവർക്ക് എന്ത് മാനം? ഇപ്പൊ ഒരു വ്യക്തി ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു, അത് ആരോപണമാകുമ്പോൾ അതെ ആ റേപ്പ് ചെയ്തു എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് റേപ്പ് ചെയ്തവന്റെ മാനമാണോ പോകുന്നത്, റേപ്പ് ചെയ്യപ്പെട്ട ഇരയുടെ മാനമാണോ പോകുന്നത്, റേപ്പ് ചെയ്തവന്റെ മാനമാണോ പോകുന്നത്? ചോദ്യമല്ലേ? വിധിയായി കഴിഞ്ഞാൽ റേപ്പ് ചെയ്തവന്റെ മാനമാണ് പോകുന്നത്. മാനം അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇരയുടെയാണ്. അപ്പൊ പിന്നെ ഇവൻ എന്ത് മാനം കൊടുക്കണം? ഈ കുറ്റവാളിക്ക് എന്ത് മാന്യതയാണ് കൊടുക്കേണ്ടത്? അവന് മാനമില്ല, അവന് മാന്യത കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പോലും പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഒരു കൺസൾട്ടേഷൻ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അപ്പൊ പോലും അന്നത്തെ ദിവസം വന്നൊരു വാർത്തയുണ്ടല്ലോ സാർ, അന്ന് ഈ ഹേമ കമ്മീഷൻ വരുന്നതിന്റെ രാവിലെ വന്നൊരു വാർത്തയുണ്ട്. അതിൽ വെറും 50,000 രൂപയുടെ സാധനം, പലചരക്ക് സാധനം മോഷ്ടിച്ചൊരുത്തന്റെ പേരും അഡ്രസ്സും ഉൾപ്പെടെ പത്രങ്ങളിൽ വന്നു. പക്ഷെ ഇത്രയും വലിയ കൊടും ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് ഇതിലകത്ത് കിടന്ന് സ്ത്രീകൾക്ക് നേരെ ഇത്രയും കാണിച്ചിട്ടുള്ള ഈ പവർ ടീമിന്റെ ഒക്കെ പേര് പറയാനായിട്ട് ഇതൊന്നും പുറത്തു വിടാൻ പറ്റില്ല. വെറും 50,000 രൂപയുടെ പേരിൽ അവന്റെ പേരും അഡ്രസ്സും അവന്റെ നാളും ജാതകവും ഒക്കെ പുറത്തു വിട്ടവരാണ് നമ്മള്. അവർ 50,000 രൂപയുടെ മോഷണം നടത്തി. പക്ഷെ ഇവര് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കൂ. അതിനൊരു വിഷയം കൂടെ ഉണ്ട്. ഇത് പാർവതി തിരുവോത്ത് പറഞ്ഞതുപോലെ 50,000 എവിടെ കിടക്കുന്നു, 50 ലക്ഷം എവിടെ കിടക്കുന്നു ചിന്തിക്കുക. അതെ, വിശന്ന്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, തെളിവുകളുണ്ട്. നിങ്ങൾക്ക് 50 ലക്ഷം എന്ന് പറഞ്ഞ് നെറ്റിൽ അടിച്ചാൽ അമ്മ 50 ലക്ഷം എന്ന് അടിച്ചാൽ തന്നെ കിട്ടും. വിത്ത് ഫോട്ടോ ആരൊക്കെയാണ് ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ സൈഡില്. ഇല്ലക്ഷരം കൊണ്ട് പോലും കള്ളം പറയാത്ത കള്ളൻ. അതിന്റെ നെഗറ്റീവായിട്ട് ചിന്തിക്കണം. കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളൻ മോഷ്ടിച്ച കള്ളൻ എന്നല്ല, ഹൃദയം മോഷ്ടിച്ചതാണ്. അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇപ്പൊ അദ്ദേഹം തെളിഞ്ഞു തന്നെയാ നിൽക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന ലൈക്കുകളും കമന്റും വായിച്ചു നോക്ക്. അതെ, ഉറപ്പായിട്ടും ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷം തോന്നിയൊരു സംഭവം തന്നെയാണത്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിനകത്ത് തിലകന്റെ പേര് പറയാനായിട്ട് തിലകന് വേണ്ടി ആരാണ് അവിടെ മൊഴി കൊടുത്തത്? ഞാൻ കൊടുത്തിട്ടില്ല, അച്ഛൻ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാര്യം അച്ഛൻ അതിനൊക്കെ 5-6 വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയി. അപ്പൊ പിന്നെ ആരാണ് മൊഴി കൊടുത്തത്? അപ്പൊ മൊഴി കൊടുത്തതെന്നല്ല. അപ്പൊ എവിടുന്നാണത് ഇത് തിലകനെ കുറിച്ചുള്ള പരാമർശത്തിനകത്ത് വന്നത്? അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജിമെന്റിനകത്തു. കാര്യം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജിമെന്റിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് തിലകനോട് കാണിച്ചത് അനീതിയായി എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ഇതിനകത്ത് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവരാണ് ഈ 15-അംഗ കമ്മിറ്റി എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പൊ പിന്നെ അതുമായിട്ട് കൂട്ടി വായിക്കാതെ ഇതെങ്ങനെയാണ് ഇതിന് സാധുത ഉണ്ടാകുന്നത്? അതാണ് എന്റെ ചോദ്യം. ഉറപ്പായിട്ടും ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഞാൻ സാറിന് തിരിച്ചു വിളിക്കും. താങ്ക് യു. ഓക്കെ.